ചോദിച്ചു, ആ പ്രസംഗത്തിലൂടെ ചോദിച്ചു, മരിച്ച മനുഷ്യന്റെ മുന്നിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ മഹാനായ പ്രവാചകന്റെ അനുയായികളായ സ്വഹാബത്തോ ചെയ്തതായിട്ടൊരു ഹദീസെങ്കിലും ഉദ്ധരിക്കാൻ കഴിയുമോ, ഒരു തെളിവെങ്കിലും നൽകാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം മൂന്നാം ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞു, നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. ഒരു ഉദ്ധരണിയും നൽകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആ സദസ്സിനെ നോക്കിക്കൊണ്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ള സമുന്നതരായ പണ്ഡിതന്മാരിരിക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് സുലൈമാൻ മൗലവി വെല്ലുവിളിച്ചു, കൂട്ടപ്രാർത്ഥനയ്ക്കൊരു തെളിവ് തരാൻ കഴിയുമോ, മൂന്നാം ഫാത്തിഹയ്ക്കൊരു തെളിവ് തരാൻ കഴിയുമോ, മരിച്ച വീട്ടിൽ ദിക്ർ നടത്താൻ ഒരു തെളിവ് തരാൻ കഴിയുമോ എന്ന് ആ സദസ്സിനെ നോക്കിക്കൊണ്ട് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, വല്ലാഹി സുമ്മ വല്ലാഹി ഇലാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും സാധ്യമല്ല എന്ന് ആ സദസ്സിനെ നോക്കിക്കൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരിൽ പലരും, എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരിൽ പലരും ആ വേദിയിലുണ്ടായിരുന്നു. അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം അവിടെ SSFന്റെ മറുപടി പ്രസംഗം നടത്തി. ഇസുദ്ദീൻ സഖാഫി വന്നിട്ട് ഏതാനും ചില കളിയാക്കൽ പരിപാടി നടത്തിയിട്ട് തിരിച്ചുപോയി. എന്റെ മാറ്റത്തിന്റെ തുടക്കം പ്രിയമുള്ള സഹോദരന്മാരെ അവിടെയായിരുന്നു. ഞാൻ പറയട്ടെ, ദക്ഷിണ കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതനാണ് സുലൈമാൻ മൗലവി. ദക്ഷിണ കേരളത്തിലെ പണ്ഡിത പ്രതിഭകളുടെ മുന്നിൽ വെച്ചാണ് സുലൈമാൻ മൗലവി വെല്ലുവിളിച്ചത്. ആ വെല്ലുവിളി നേരിടാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. മുജാഹിദ് പ്രസ്ഥാനം എന്താണോ പറയുന്നത് അത് സുലൈമാൻ മൗലവിയുടെ നാവിൽ നിന്നും വന്നപ്പോൾ ഞങ്ങളാക്കി മാറ്റിയ പണ്ഡിതന്മാര് ഞങ്ങളെ വേദിയിലേക്ക് ആനയിക്കുകയായിരുന്നു. ഞങ്ങൾ ആ നിമിഷം തീരുമാനിച്ചു, ഈ പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ തൗഹീദിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ തീരുമാനിച്ചു.